ഹായ്, നന്ദാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സിൽക്ക് ബനാറസിയുടെ പല വെറൈറ്റി സാരീസ് നമ്മളിപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള സിൽക്ക് ബനാറസിയിൽ തന്നെ ഫുൾ ബോഡി ബൂട്ട വർക്ക് വന്നിട്ട് ഒറ്റ കളറിൽ വന്നിട്ടുള്ളത്. മറ്റേത് നമുക്ക് ബോർഡറും പല്ലും ബ്ലൗസൊക്കെ കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്ന് ഒറ്റ കളറിൽ വന്നിട്ടുള്ള സാരീസുമായിട്ടാട്ടോ വന്നിട്ടുള്ളത്. അടിപൊളി കളേഴ്സാണ് വന്നിട്ടുള്ളത്. നമുക്ക് വരുന്നത് ഫസ്റ്റ് വൺ തന്നെ ബ്ലാക്ക് ആണ് കേട്ടോ വരുന്നത്. ബ്ലാക്കിൽ ഒരു സിൽവറിന്റെ ഫുൾ ബോഡിയിൽ ബൂട്ട വർക്ക് വന്നിട്ടുള്ളതാണ്. ചെറിയ ബൂട്ട ഡിസൈനാണ് വന്നിട്ടുള്ള സാരിയാണ് കേട്ടോ. ബ്ലാക്കും സിൽവറും കൂടി വരുമ്പോൾ തന്നെ ഭയങ്കര കോമ്പിനേഷനാണ് വരുന്നത്. രണ്ട് സൈഡിലും ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഫുൾ ബോഡിയിൽ ഇതുപോലെ ബൂട്ട വർക്ക് വന്നിട്ടുണ്ട്. വൺ സൈഡ് വരുമ്പോൾ കുറച്ച് ചെറിയ ബോർഡറും മറുഭാഗത്ത് വരുമ്പോൾ കുറച്ച് വീതി കൂടിയ ബോർഡറുമായിട്ടാണ് ഇതുപോലെയാണ് സാരി വന്നിട്ടുള്ളത്. 1430 റേഞ്ചിൽ തന്നെയാണ് ഈ സാരിയും അവൈലബിൾ ആക്കിയിട്ടുള്ളത്. സിൽക്ക് ബനാറസിയുടെ വെറൈറ്റിയിലാണ് വന്നിട്ടുള്ളത്. നല്ല ഫ്ലോയി ആയിട്ട് കിടക്കുന്ന മെറ്റീരിയലാണ്. ഒട്ടും വെയിറ്റ് ഉള്ള മെറ്റീരിയൽ അല്ല, നല്ല തിന്നായിട്ടുള്ള മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. ഒരുപാട് ഹെവി ആയിട്ടുള്ളതല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതുപോലെയാണ് അതിൻ്റെ ഒരു പല്ലുവിൻ്റെ പാർട്ട് വരുന്നത്. നല്ല ഭംഗിയായിട്ട് ആ ഒരു സിൽവറും ബ്ലാക്കും കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് ബ്ലൗസ് പെയർ ചെയ്തിട്ടുള്ളത് ബൂട്ട വർക്ക് ബോഡി പാർട്ടിലും സ്ലീവിൻ്റെ എൻഡിലായിട്ട് കൊടുക്കാൻ ചെറിയൊരു ബോർഡറും കൂടി വന്നിട്ടുള്ള ബ്ലൗസാണ് കോമ്പിനേറ്റ് ചെയ്തിട്ടുള്ളത്. 1430 റേഞ്ചിലാണ് സാരി അവൈലബിൾ ആക്കി. സെക്കൻഡ് വൺ വന്നിട്ടുള്ളത് നമ്മളൊരു കനകാംബര കളർ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതിൽ ഗോൾഡൻ്റെ ജെറി ബൂട്ടാസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു സെയിം സിൽക്ക് ബനാറസിയുടെ വെറൈറ്റിയിൽ വന്നിട്ടുള്ള ഒരു സാരിയാണ്. ഇതിൻ്റെ ബോർഡറും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. രണ്ട് സൈഡിലും സെയിം ബോർഡറാണ് വന്നിട്ടുള്ളത്. ഇതുപോലെ ഒരു ഫ്ലോറൽ ആ ഒരു ഡിസൈനും അത് കൂടാതെ ഒരു ബൗഞ്ചി ഡിസൈൻ പോലെയും കൂടി വന്നിട്ടുള്ള രണ്ട് സൈഡിലും ഒരേപോലത്തെ ബോർഡറാണ് വരുന്നത്. രണ്ട് കളർ ഇഷ്ടമല്ലാത്തവർക്ക് നല്ലൊരു ചോയ്സാണ് കേട്ടോ. അതുപോലെ തന്നെ എല്ലാ പ്രായത്തിലുള്ളവർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ സാരീസ് വന്നിട്ടുള്ളത്. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബഡ്ജറ്റ് ബൈ പ്രൈസിലുമാണ് ഈ സാരീസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഇതുപോലെയാണ് പല്ലുവിൻ്റെ പാർട്ട് വരുന്നത്. വിത്ത് ബ്ലൗസ് വരുന്നത് ബോഡി പാർട്ടിൽ ബൂട്ട ഡിസൈനും അതുപോലെ തന്നെ സ്ലീവിന് കൊടുക്കാൻ ബോർഡറായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതുപോലെ ബോഡിയിൽ ഒരു ഫ്ലോറൽ ഡിസൈൻ വിത്ത് ഇതുപോലെ സ്ലീവിന് ആ ഒരു വീതിയുള്ള ബോർഡറും കൂടിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1430 റേഞ്ചിലാണ് ഈ സാരിയും അവൈലബിൾ ആക്കി. തേർഡ് കോമ്പിനേഷൻ വരുന്ന ഗ്രീൻ വിത്ത് സിൽവർ ആണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് കണ്ട ബ്ലാക്ക് വിത്ത് സിൽവർ പോലെ തന്നെ സെയിം ആ ഒരു ബോർഡറും ബോഡി പാർട്ടും ഒക്കെയാണ് ഗ്രീനും കൊടുത്തിട്ടുള്ളത്. ഇതുപോലെയാണ് വന്നിട്ട് നല്ല ഭംഗിയായിട്ടുള്ളൊരു ഷെയ്ഡാണ്. നല്ല ഭംഗിയായിട്ടുള്ളൊരു ഗ്രീനാണ് വരുന്നത്. ഇതുപോലെ കുറച്ച് ഹെവി ആയിട്ട് തന്നെ വന്നിട്ടുള്ള പല്ലുവിൻ്റെ പാർട്ടാണ്, പക്ഷെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരിയാണ് വരുന്നത്. ഇതിനും ബ്ലൗസ് വരുന്നത് ബൂട്ട വർക്കും അതുപോലെ സ്ലീവിന് ചെറിയ ബോർഡറും കൂടി വന്നിട്ടുള്ളതാണ് ബ്ലൗസ് വരുന്നത്. സിൽവർ കളറിലെ പ്ലെയിൻ ബ്ലൗസ് ഇട്ടിട്ടും നമുക്ക് വേണമെങ്കിൽ നമുക്ക് പെയർ ചെയ്യാം. 1430 സാരിയുടെ റേറ്റ് വന്നിട്ടുള്ളത്. പിങ്കും മെറൂണും കൂടി കലർന്നിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. ഭയങ്കര ബ്രൈറ്റ് മെറൂൺ അല്ല, എന്നാൽ പിങ്കും അല്ല. ആ ഒരു നല്ല ഭംഗിയായിട്ടുള്ള റയർ ആയിട്ടുള്ള ഒരു ഷെയ്ഡായിട്ടാണ് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത്. അതിൽ ഗോൾഡൻ ആ ഒരു ബൂട്ട വർക്കും ഗോൾഡൻ കളറിൽ വരുന്ന ആ ഒരു ഡിസൈനുമാണ്. പക്ഷെ ഭയങ്കര ഗോഡി ആയിട്ടുള്ള ഗോൾഡൻ അല്ല വരുന്നത്. ഇതുപോലെയാണ് അതിൻ്റെ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. രണ്ട് സൈഡും കൊടുത്തിട്ടുള്ളത്. 1430 സാരിയുടെ പ്രൈസ് വരുന്നത്. ഇതുപോലെയാണ് അതിൻ്റെ പല്ലുവിൻ്റെ പാർട്ട്. സെയിം വിത്ത് ബ്ലൗസ് കോമ്പിനേറ്റ് ചെയ്തിട്ടുള്ളത്. ബൂട്ട വർക്ക് വന്നിട്ടുള്ള ബ്ലൗസും സ്ലീവിന് ഇതുപോലെ ബോർഡറും കൊടുത്തിട്ടുണ്ട്. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് നല്ല സാരി ഫോളൊക്കെ വെച്ച് ലൈനിങ് ഒക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട ബ്ലൗസുമാണ് ഇതിന് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വെയർ ചെയ്യാൻ പെട്ടെന്ന് തന്നെ നമുക്ക് ഒറ്റയ്ക്ക് ഉടുത്ത് പോകാൻ പറ്റുന്നൊരു വെറൈറ്റിയാണ്. വൺ ലെയർ ആയിട്ടോ പ്ലീറ്റഡ് ആയിട്ടോ ഒക്കെ നമുക്ക് ഡ്രൈപ്പ് ചെയ്യാൻ പറ്റുന്നൊരു വെറൈറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക്